വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ച എന്ന നിലയിൽ കൂടിയാണല്ലോ ഈ കേസിന് വലിയ ഗൗരവം കൈവരുന്നത്. നേരത്തെ ഈ മാസപ്പടി എന്തിനു നൽകിയെന്ന ചില സംശയങ്ങളാണ് പൊതുസമൂഹത്തിലും രാഷ്ട്രീയമായും ഒക്കെ ഉയർന്നു വന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് ചിലത് സംഭവിച്ചിട്ടുണ്ട്. സർക്കാർ തലത്തിൽ അതിനെ മുഖ്യമന്ത്രിയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ചില രേഖകൾ പുതുതായി കൈമാറിയിട്ടുണ്ട്. SFIOയ്ക്കും കമ്പനികാര്യ മന്ത്രാലയത്തിനുമൊക്കെ കൈമാറിയെന്ന് ഇപ്പോഴിത് അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസിലൂടെ ഷോൺ ജോർജും വ്യക്തമാക്കുന്നു. ഈ കേസിന് തലം മാറുന്നുണ്ടോ? അതിന് വഴിമരുന്നിടുന്നുണ്ടോ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ തടസ്സം ഒഴിവാക്കലിലൂടെ? ഒരു പത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടായി പുറത്തു വന്ന ഒരു വിഷയം, ആ വിഷയം ആദ്യ ദിവസങ്ങളിൽ വലിയ തോതിൽ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കി. പക്ഷേ CPM എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ സംഘടനാ സംവിധാനം, ചട്ടക്കൂട്, അത് എങ്ങനെയാണ് പിന്നീട് പ്രവർത്തിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിലെല്ലാം ഈ വിഷയത്തിൽ CPM നേതാക്കൾ മൗനം പാലിച്ചു. AK ബാലൻ മാത്രമാണ് പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറായത്. AK ബാലൻ വന്ന് പറഞ്ഞതും ഈ വിഷയത്തിൽ ഒരു വിധത്തിലുള്ള ഒളിച്ചുകളിയും നടന്നിട്ടില്ല, രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ്, മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പാർട്ടിയെയും വേട്ടയാടാനുള്ള ഒരു നീക്കം എന്നുള്ള തരത്തിലാണ് തങ്ങൾ ഇതിനെ കാണുന്നത്, മുഖ്യമന്ത്രിക്കും വീണയ്ക്കും ഒപ്പം ഉറച്ചു നിൽക്കും എന്നുള്ളതായിരുന്നു നിലപാട്. മാത്രമല്ല, സമീപകാലത്തൊന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ കാണാത്തതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി, അതും രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കത്തിലാണ് CPIMൻ്റെ പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ അവർക്ക് ഞങ്ങളുടെ പിന്തുണ എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി എന്ന് വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് CPMൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ പ്രതികരണം ഇല്ലാതിരിക്കുക എന്നുള്ളതായിരുന്നു. അത് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തടക്കം, പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഈ വിഷയത്തിൽ നിന്നും തെന്നി മാറുക എന്നുള്ള തന്ത്രപരമായ നിലപാട് CPM സ്വീകരിച്ചു. അതിലൊരു പരിധിവരെ CPM വിജയിച്ചു എന്ന കാര്യത്തിലും സംശയം വേണ്ട. അവരോട് പ്രതികരണം ചോദിക്കുമ്പോൾ പ്രതികരണമില്ല എന്ന്, ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മറുപടി. അപ്പോൾ ആ ഒരു ചർച്ച അങ്ങ് തണുത്തിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ SFIOയുടെ അന്വേഷണം വരുന്നത്. മാത്രമല്ല, മാത്യു ചില പുതിയ രേഖകൾ കൂടി പുറത്തുവിടുകയും ചെയ്തു. ഈ തൊട്ട് മുൻപ് പുറത്തു വന്ന മുഖ്യമന്ത്രിയുടെ പേര് ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് ഒരു ഭാഗത്തായിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഈ CMRL എന്ന് പറയുന്ന കമ്പനിയെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള തരത്തിലാണ് അതിലൊരു പരാമർശം ഉണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും ഇത് സജീവ ചർച്ചയായി വന്നു. കഴിഞ്ഞ ദിവസം മാത്യു പുറത്തുവിട്ട രേഖ എന്ന് പറയുന്നത് 2019 ഈ മൈനിങ് സംബന്ധിച്ച വിഷയം, ഈ ആറ്റമിക് ധാതുഖനനം സംബന്ധിച്ച വിഷയത്തിൽ പൊതുമേഖലയ്ക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ ഉത്തരവ് വരുന്നു. പക്ഷേ ആ ഉത്തരവ് വന്നതിന് ശേഷവും ഒരു സ്വകാര്യ കമ്പനി എന്നുള്ള നിലയിൽ ഈ CMRL കൊടുത്ത ഒരു അപേക്ഷയുണ്ട്. അവർക്ക് ലീസിന് നൽകിയ കരാറുണ്ട്. ആ കരാർ റദ്ദാക്കിയില്ല. ആ കരാർ റദ്ദാക്കുന്നത് ഈ 2013 ഡിസംബർ 18-നാണ്. അതായത് മാത്യു കുഴൽനാടൻ ഈ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട്, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷമാണ് ഈ കരാർ റദ്ദാക്കുന്നത് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ പ്രതിപക്ഷം കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി CMRL-ന് ചെയ്തു കൊടുത്ത വഴിവിട്ട സേവനങ്ങൾക്കുള്ള രാഷ്ട്രീയമായ വിഷയം കൂടുതൽ വളരുകയാണ്. ഡിസംബറിലാണ് കരാർ റദ്ദാക്കിയത് 2023-ൽ.